ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ട് 12 വർഷമായി. ഞങ്ങൾക്ക് കുഞ്ഞുങ്ങളില്ലായിരുന്നു. ഒരുപാട് ഹോസ്പിറ്റലുകളിൽ ട്രീറ്റ്മെൻറ്റിന് പോയെങ്കിലും ഞങ്ങൾക്ക് കുഞ്ഞുങ്ങളുണ്ടാകാൻ സാധ്യതയില്ലെന്നാണ് ഡോക്ടർമാർ പറഞ്ഞത്. അങ്ങനെ കഴിഞ്ഞ വർഷം മാർച്ച് മാസം സെക്കൻഡ് സാറ്റർഡേ ആരാധനയിൽ ഞങ്ങൾ കുടുംബമായി പങ്കെടുത്തു. ആരാധന മധ്യേ ബ്രദർ മക്കളില്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ഞങ്ങളും കണ്ണുനീരോടുകൂടെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായി അന്ന് തന്നെ സ്വർഗത്തിലെ ദൈവം എന്നെ തൊട്ടു. ഏപ്രിൽ മാസത്തിൽ ഞാൻ അനുഗ്രഹിക്കപ്പെട്ടു. ദൈവം ഞങ്ങൾക്ക് ഒരു കുഞ്ഞിനെ ദാനമായി നൽകി. പ്രസവ സമയത്തും ഒരുപാട് പ്രശ്നങ്ങൾ ഡോക്ടർ പറഞ്ഞിരുന്നു. 12 വർഷം മക്കളില്ലായിരുന്നു. ദൈവത്തിന് നന്ദി. നിന്റെ ജീവിതത്തിലെ ആണ്ടുകളായി നീ ചുമക്കുന്ന കുറവ് നിറവിന് കാരണമായി തീരും. ഹന്ന ഒരു കുട്ടിയുടെ കാൽ കാണുവാൻ ദൈവസ്ഥനിൽ ഉപവസിച്ച് കാത്തിരുന്ന് ദൈവം കണക്ക് കൂട്ടി നൽകിയത് 6 ഡസൻ. 1 സാമുവേൽ 2:21 അത് രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. നിന്റെ കുറവ് നിറവിന് കാരണമായി തീരും. നിന്റെ ക്ലേശം സങ്കീർത്തനം 90:15 പ്രകാരം ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്ന നീതി നിമിത്തം നീ അനുഭവിക്കുന്ന ക്ലേശം നീ ചുമക്കുവാൻ പോകുന്ന നിന്റെ സന്തോഷത്തിന് കാരണമായി തീരും. വെറും പ്രസംഗമല്ലാതെ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിനക്കത് അനുഭവിക്കുവാൻ കഴിയും. 1977-78 നാഗർകോവിൽ പയോനിയർ കുമാരസ്വാമി കോളേജിൽ പ്രീ യൂണിവേഴ്സിറ്റി കോഴ്സിന് ഞാൻ പഠിക്കുമ്പോൾ 50 രൂപയ്ക്ക് വേണ്ടി 50 കിലോമീറ്റർ ഞാൻ നടന്നു. അങ്ങോട്ട് 25, ഇങ്ങോട്ട് 25. വെറും 50 രൂപയ്ക്ക് വേണ്ടി അങ്ങോട്ട് 25 കിലോമീറ്റർ അയാൾ തരും, അവർ തരും. പഠിത്തം തടസ്സമില്ലാതെ മുമ്പോട്ട് പോകും. 50 രൂപയ്ക്ക് വേണ്ടി. കറക്റ്റ് 30 ആണ്ടുകൾ കഴിഞ്ഞ് 2007 വെട്ടൂണി മഠത്തിനും പാർവതത്തിനും ഇടയ്ക്കാണ് ഈ കോളേജ്. അവിടെ തന്നെ കളിയങ്കാട് CSA ഡിസ്ട്രിക്റ്റ് സഭയിൽ 2007 നാഗർകോവിൽ കണ്ടിട്ടില്ലാത്ത രീതിയിൽ ജനം കൂടുന്ന രീതിയിൽ ഒരു മെഗാ ഐക്യ കൺവെൻഷനിൽ ഈ ദാരിദ്ര്യവാസിയെ ദൈവം കൊണ്ട് നിർത്തി. അതേ സ്ഥലം 50 രൂപയ്ക്ക് വേണ്ടി നെടുവീർപ്പെട്ട അതേ സ്ഥലം അന്ന് ഉദ്ഘാടനം ചെയ്തത് മെഡിക്കൽ ഫീൽഡിൽ വളരെ പ്രഗത്ഭൻ ഡോക്ടർ ബെൻസാം അവർകൾ. കുമരി CSI ഡയസിസിൻ്റെ വൈസ് പ്രസിഡൻറ്റ്. കൂട്ടം കഴിഞ്ഞ് ബ്രദർ നിൽക്കണം. ഒരു പിടി പണം വാരി എൻ്റെ കയ്യിൽ ഡോക്ടർ ബെൻസാം കാണിക്കയായി തന്ന്. എവിടെ കരഞ്ഞുവോ അവിടെ നിന്നെ സന്തോഷിപ്പിക്കുന്ന ദൈവം. ആമേൻ, ആമേൻ. ധൃതി കാണിക്കരുത്, ബഹളം കാണിക്കരുത്. നീ കേൾക്കാൻ വന്നിരിക്കുന്നത്, അനുഭവിക്കാൻ വന്നിരിക്കുന്നത്, ആസ്വദിക്കപ്പെടാൻ വന്നിരിക്കുന്നത് വലിയ ദൈവത്തിൻ്റെ പാദപീഠം എന്നുള്ള ഓർമ്മ നിന്റെ ഉള്ളിൽ വേണം. ആമേൻ. മനക്ലേശതരങ്ങളാ ദുഃഖസാഗരത്തിൽ മുങ്ങുമ്പോ മനക്ലേശതരങ്ങളാ ദുഃഖസാഗരത്തിൽ മുങ്ങുമ്പോ
തിരുക്കരം നീട്ടിയെടുത്തണച്ചു ഭയപ്പെടേണ്ടായ ഉറച്ചവനെ തിരുക്കരം നീട്ടിയെടുത്തണച്ചു ഭയപ്പെടേണ്ടായ ഉറച്ചവനെ വാഴ്ത്തുമേ എൻ്റെ പ്രിയനെ ജീവകാലമെല്ലാം ഈ മറു യാത്രയിൽ നന്ദിയോടെ പാടിടുമേ നന്ദിയോടെ ഞാൻ പാടിടുമേ നന്ദിയോടെ ഞാൻ പാടിടുമേ കഷ്ടത ഒരു വാഗ്ദത്തം കഷ്ടത ഒരു വരദാനം കഷ്ടത ക്രിസ്തുവിൽ വിശ്വസിച്ച് ജീവിക്കുന്ന ദൈവമക്കൾക്ക് ഒരു നന്മ വിശ്വസിക്കുന്നവർ കൈകളെ തട്ടാം ഇറ്റ് ഈസ് എ ഗുഡ്നസ് കഷ്ടത ഒരു നന്മ കഷ്ടത മുഖാന്തരം ലഭിക്കുന്ന ചില നന്മകൾ സമയം ഉള്ളതുപോലെ ധ്യാനിച്ച് നമുക്ക് പ്രാർത്ഥനയ്ക്ക് കടന്നു പോകാം കഷ്ടതയാൽ നീതിമാന്റെ ജീവിതത്തിൽ ദൈവം ചൊരിയുന്ന നന്മ ഒന്ന് ശിഷ്യത്വം ഡിസൈപ്പിൾഷിപ്പ് ശിഷ്യത്വം രണ്ട് ദൈവത്തോട് ഒരു സഖിത്വം സന്തോഷമില്ലേ ദൈവത്തോട് ഒരു ഫ്രണ്ട്ഷിപ്പ് സഖിത്വം മൂന്ന് കഷ്ടതയാൽ നമുക്ക് വരുന്ന നന്മ ദൈവം തരുന്ന ആശ്വാസം കഷ്ടതയാൽ നമ്മിൽ ഉണ്ടാകുന്ന വേറൊരു നന്മ ദൈവസന്നിധിയിൽ അനുസരണം ഹല്ലേലൂയ ശിഷ്യത്വം സഖിത്വം ആശ്വാസം അനുസരണം അവസാനം കഷ്ടത നൽകുന്ന നന്മ മാനസാന്തരം ആദ്യം നാം ധ്യാനിക്കുവാൻ പോകുന്നത് ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്ന കഷ്ടതയാൽ നമുക്ക് ലഭിക്കുന്ന നന്മ ശിഷ്യത്വം ആർ ശിഷ്യൻ വിശ്വസിക്കുന്നവനല്ല എന്തെങ്കിലും കിട്ടുമെന്ന് ഓടി വന്ന് പറ എന്ന് ശ്രോത്രമെന്ന് ശരീരമും ആട്ടി കുലുക്കി അല്പം താമസിച്ചാൽ പിറുപിറുത്തിട്ട് വിട്ടിട്ട് ഓടുന്ന ഇന്നത്തെ വിശ്വാസി അല്ല ശിഷ്യൻ ആർ ശിഷ്യൻ യോഹന്നാൻ 8:31 യേശു കർത്താവ് തന്നെ അരുളി ചെയ്യുന്ന തങ്ങൾ വിശ്വസിച്ച യഹൂദന്മാരോട് ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നു വിശ്വസിക്കുന്നവനല്ല ശിഷ്യൻ എൻ്റെ വചനം കേട്ട ഉപദേശത്തിൽ നിലനിൽക്കുന്നവൻ യവനോ അവൻ ശിഷ്യൻ സ്വോത്രം വരുന്നേയില്ല പോരാ കൈകളെ ഉയർത്തി കൈകളെ തട്ടണം കേട്ട വചനം ഉപദേശത്തിൽ ഏത് മതിലും എൻ്റെ എതിൽ വരട്ടെ ഞാൻ നിലനിൽക്കുമെന്ന് കർത്താവിൻ്റെ വചനത്തിൽ നിലനിൽക്കുന്നവൻ യവനോ അവൻ ശിഷ്യൻ അപ്പൊ വിശ്വസിക്കുന്നത് മാത്രമല്ല വിശ്വാസത്തിൽ നിലനിൽക്കുന്നത് കഷ്ടത നൽകുന്ന ഒരു നന്മയാണ് ശിഷ്യൻ വിശ്വസിക്കുന്നത് മാത്രമല്ല വിശ്വാസത്തിൽ നിലനിൽക്കുന്നത് മൂന്നാമത് 1 ദശലോക്യർ 3:7 8 ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നു വിശ്വാസത്തിൽ നിലനിൽക്കുന്നത് മാത്രമല്ല വിശ്വാസത്തിൽ ആഞ്ഞടിക്കുന്ന കഷ്ടത വന്നാലും കഷ്ടതയിലും വിടാതെ വിശ്വാസത്തിൽ നിലനിൽക്കുന്നത് മനസ്സിലാകുന്നുണ്ടോ വിശ്വാസം മാത്രമല്ല ശിഷ്യത്വം
കേട്ട വചനത്തിൻ പ്രകാരം ആ വിശ്വാസത്തിൽ നിലനിൽക്കുന്നത് ശിഷ്യത്വം. വിശ്വാസത്തിൽ നിലനിൽക്കുന്നത് മാത്രമല്ല ശിഷ്യത്വം, വിശ്വാസത്തിൽ നിലനിൽക്കുമ്പോൾ ആഞ്ഞടിക്കുന്ന കഷ്ടത സഹിച്ചു വിശ്വാസത്തിൽ നിലനിൽക്കുന്നത് ശിഷ്യത്വം. നാലാമത് സങ്കീർത്തനക്കാരൻ എഴുതുന്നു 119:67, കഷ്ടതയിൽ ആകുന്നതിന് മുമ്പ് ഞാൻ തെറ്റിപ്പോയി. എപ്പോഴോ കഷ്ടതയിലായപ്പോഴോ, രോഗം പിടിച്ച് ആഞ്ഞടിക്കുമ്പോഴോ, കടംഭാരം കൊണ്ട് എന്നെ കുലുക്കുമ്പോഴോ, ഏകാന്തതയിൽ പരിഹാസയിൽ കടന്നു പോകുമ്പോഴോ, ഇപ്പോഴോ ഞാൻ അങ്ങയുടെ വചനത്തെ ചന്തമായി പ്രമാണിക്കുന്നു. ആമേൻ, ഹല്ലേലൂയ. അതിനു മുമ്പ് ഞാൻ തെറ്റിപ്പോയി. ഇപ്പൊ കഷ്ടത വന്നപ്പോഴോ കർത്താവിൻ്റെ വചനത്തെ മതപ്രഭാഷണമല്ല, ഇത് ജീവനാണ് എന്ന് ഞാൻ പ്രമാണിക്കുന്നു. ചുരുക്കി പറഞ്ഞാൽ വിശ്വസിക്കുന്നത് മാത്രമല്ല, വിശ്വാസത്തിൽ നിലനിൽക്കുന്നത് മാത്രമല്ല, കഷ്ടതയിൽ വിശ്വാസത്തിൽ നിലനിൽക്കുന്നത്. കഷ്ടതയിൽ വിശ്വാസത്തിൽ നിലനിൽക്കുന്നത് മാത്രമല്ല, വചനം പ്രമാണിച്ച് കഷ്ടതയിൽ നിലനിൽക്കുന്നതാണ് കഷ്ടത മുഖാന്തരം ദൈവം നിനക്ക് നൽകുന്ന ഒന്നാമത്തെ നന്മയായ ശിഷ്യത്വം. എഴുതിയെടുക്കണം, അങ്ങനെ ജീവിക്കണം. നീ അത്ഭുതം ഇന്ന് കൊയ്തെടുക്കും. ആമേൻ. രണ്ടാമത് ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്ന കഷ്ടത മുഖാന്തരം ദൈവമക്കളുടെ ജീവിതത്തിൽ വരുന്ന അടുത്ത നന്മ സഖിത്വം. മന്ത്രിയോട് സഖിത്വമല്ല, സർവശക്തനായ, സർവവ്യാപിയായ, സർവജ്ഞാനിയായ, സർവത്തിൻ്റെയും നിർമ്മിതാവായ, സദാ ജീവിച്ചിരിക്കുന്നവനായ, അഗ്നിയായ, ആർക്കും അടുത്തു കൂടാത്ത അത്ഭുത വെളിച്ചമായ, മോശയുടെ ഭാഷയിൽ ഭയങ്കരനായ ദൈവത്തോട് ദൈവ പൈതലേ നിനക്ക് ഉണ്ടാകുന്ന സഖിത്വം ഒരു നന്മയാണ്. ആമേൻ. എങ്ങനെ? യോബ് എഴുതുന്നു, I heard of him, I heard of this God. ഈ ദൈവത്തെ ഞാൻ കേട്ടിട്ടുണ്ട്, പക്ഷെ ഇപ്പം ഞാൻ കാണുന്നു. എൻ്റെ ശരീരത്തിൽ ചിറങ്ങ് വന്നപ്പോൾ, എന്നെ മാനിച്ച ആളുകൾ അകന്നു നിന്ന് പരിഹസിച്ചപ്പോൾ, ഞാൻ ജന്മം നൽകി എൻ്റെ 10 മക്കളും എൻ്റെ മുമ്പിൽ മരിച്ചു വീണപ്പോൾ, വെണ്ണ കൊണ്ട് കഴുകിയ എൻ്റെ മേനിന്ന് പുളുത്ത് നാറിയപ്പോൾ, ഞാൻ കേട്ടിട്ടുള്ള ദൈവമല്ല, ഇപ്പോൾ ഞാൻ എൻ്റെ കണ്ണുകൾ കൊണ്ട് അവനെ ഞാൻ കാണുന്നു. I see him. ആത്മബന്ധം, കഷ്ടതയാൽ ഉണ്ടാകുന്ന ആത്മബന്ധം, സഖിത്വം. സങ്കീർത്തനക്കാരൻ എഴുതിയല്ലോ 73:23, ദൈവമേ ഞാൻ അങ്ങയുടെ കൈക്ക് പിടിച്ചിരിക്കുന്നു എന്നല്ല ബൈബിൾ വചനം. ദൈവമേ അങ്ങ് എൻ്റെ വലം കൈക്ക് പിടിച്ചിരിക്കുന്നു. ഞാൻ പിടിച്ചാൽ ചിറങ്ങ് വന്നാൽ പിടിവിടും, മക്കളെ കിട്ടിയില്ല എങ്കിൽ പിടിവിടും, വിചാരിച്ച ഭർത്താവ് കിട്ടിയില്ല എങ്കിൽ പിടിവിടും. ഓർപ്പയെ പോലെ ദൈവം നമ്മെ പിടിച്ചാലുണ്ടല്ലോ, ആ പിടി അത് നിരന്തര പിടിയായിരിക്കും. ആ പിടി വിട്ടുപോവുകയില്ല. It is not I hold your hand, my God, it is you who held my right hand. അതാണ് സഖിത്വം. ദൈവത്തോടൊരു ആത്മബന്ധം ഉണ്ടായിട്ട് ഉണ്ടോ നിനക്ക്?
എന്നും എനിക്ക് വേണം, എനിക്ക് വേണം, എനിക്ക് വേണം. അതൊന്ന് വിട്ടിട്ട് കർത്താവേ അങ്ങേക്കെന്ത് വേണം, അങ്ങയുടെ മിനിസ്ട്രിക്ക് എന്ത് വേണം, അങ്ങയുടെ വചനത്തിന് എന്ത് വേണം ചോദിച്ചു നോക്കുക. കർത്താവിനോടൊരു ആത്മബന്ധം ഉണ്ടാകും, നിശ്ചയമാണ്. ആമേൻ, ഹല്ലേലൂയ. കോടും കാറ്റുണ്ടി വാനദേശത്തിൽ പ്രിയനെ എന്നെ വിടല്ലേ. കോടും കാറ്റുണ്ടി വാനദേശത്തിൽ പ്രിയനെ എന്നെ വിടല്ലേ. കൊതിയോടു ഞാൻ വരുന്നേ, എൻ്റെ സങ്കടം അങ്ങ് തീർക്കണേ. കൊതിയോടു ഞാൻ വരുന്നേ, എൻ്റെ സങ്കടം അങ്ങ് തീർക്കണേ. കൈകൾ ഉയർത്തി. കൊതിയോടു ഞാൻ വരുന്നേ, എൻ്റെ സങ്കടം അങ്ങ് തീർക്കണേ. കൊതിയോടു ഞാൻ വരുന്നേ, സങ്കടം അങ്ങ് തീർക്കണേ. കൊതിയോടു ഞാൻ വരുന്നേ, സങ്കടം അങ്ങ് തീർക്കണേ. മൂന്നാമത്, കഷ്ടത നൽകുന്ന നന്മ. 2 കൊരിന്ത്യർ 1:4. കഷ്ടത ഉള്ളവരെ ആശ്വസിപ്പിപ്പാൻ ഞങ്ങൾ ശക്തരാകേണ്ടതിന് കഷ്ടതയിൽ ഉള്ളവരെ ഞങ്ങൾ ആശ്വസിപ്പിപ്പാൻ ഞങ്ങൾ ശക്തരാകേണ്ടതിന് ഞങ്ങൾക്കുള്ള കഷ്ടതയിൽ ഒക്കെയും ദൈവം ഞങ്ങളെ ആശ്വസിപ്പിക്കുന്നു. സൗഖ്യം തരുന്നത് എന്തിനായി? സാക്ഷ്യം നിർത്തുന്നത് എന്തിനായി? രോഗം വിടുതൽ തരുന്നത് എന്തിനായി? നീ ചോദിക്കുന്ന പ്രാർത്ഥനയ്ക്ക് മറുപടി തരുന്നത് എന്തിനായി? നിനക്കൊരു ആശ്വാസം തരുന്നത് എന്തിനായി? ആശ്വാസം മുഖാന്തരം നീ ശക്തിപ്പെടാൻ, വിശ്വാസത്തിൽ ശക്തിപ്പെടാൻ. എന്തിന് ശക്തിപ്പെടാൻ? നിന്നെപ്പോലെ കഷ്ടതയിൽ കഴിയുന്ന അയൽക്കാരന് സുവിശേഷം പറഞ്ഞു കൊടുത്ത് അവന് നിന്നെ ദൈവം ആശ്വസിപ്പിച്ചതുപോലെ നീ അവനെ ആശ്വസിപ്പിപ്പാൻ. മനസ്സിലായവർ കൈകളെ തട്ടണം. കഷ്ടതയാൽ വരുന്ന നന്മ, ആശ്വാസം. ഭർത്താവും 2 ആൺമക്കളും മരിച്ച് ഒരു നേരം ആഹാരത്തിന് 3000 കിലോമീറ്റർ നടന്നു പോയ നഗോമി എന്നുള്ള ബത്ലഹേം യഹൂദ സ്ത്രീ മൊത്തം 6000 കിലോമീറ്റർ ഒരു നേരം ആഹാരത്തിന് നടന്ന് മടങ്ങി സ്വന്തം നാട്ടിൽ വെറുങ്കയുമായി വരുമ്പോൾ അവിടെ പാട്ടായി ആളുകൾ ഓടിക്കൂടി ചോദിക്കും, ആർയത്? 10 ആണ്ടിന് മുമ്പ് കണ്ട ഭർത്താവുമായി മക്കളുമായി കണ്ട നഹോമിയോ? മറുപടി അവൾ നൽകും. റൂത്ത് 1:20 നഹോമി എന്ന് വിളിക്കരുത്, എൻ്റെ പേര് മാറാ. മീൻസ് ബിറ്റർനെസ്, കയ്പ്. ഒരു നേരം ആഹാരത്തിന് പോയി എൻ്റെ ജീവിതത്തിൽ വന്നത് പടിപ്പടിയായി തുടരായി കയ്പ്. Therefore call me മാറാ, കയ്പ് എന്ന് വിളിപ്പീൻ. പറയുന്ന വാക്ക് ശ്രദ്ധിപ്പീൻ. റൂത്തിന്റെ പുസ്തകം 1:20 സർവശക്തൻ എൻ്റെ ജീവിതത്തിൽ കയ്പായത് കൽപ്പിച്ചിരിക്കുന്നു. എൻ്റെ ജീവിതത്തിൽ
ടൈപ്പ് ദൈവം ഇതുവരെ കൽപ്പിച്ചെങ്കിലും ആ ദൈവം എനിക്ക് ഇന്നും സർവശക്തൻ തന്നെയാണ്. ആമേൻ. അതാണ് അവൾക്ക് ലഭിച്ച ആശ്വാസം. ആ ആശ്വാസം, ആ സ്റ്റാൻഡ് അവൾ എടുത്തപ്പോൾ ദൈവം ആരെന്ന് അറിയാത്ത റൂത്ത് എന്നുള്ള മരുമകൾ പറഞ്ഞ്, അമ്മാവിയമ്മേ, ഈ ദൈവം തന്നെ എൻ്റെ ദൈവം. ഉണ്ടോ ഈ അനുഭവം നിന്റെ ജീവിതത്തിൽ? ഉണ്ടോ? ഒരുത്തിക്ക് ലഭിച്ച ആശ്വാസം മറ്റവൾക്ക് ആശ്വാസമായി മാറി. 25 ആണ്ടുകൾ കിഴട്ട് പ്രായത്തിൽ മക്കളില്ലാതെ നിലവിളിച്ച ജീവിതത്തിൽ ആബ്രഹാമിൻ്റെ ജീവിതത്തിൽ സ്വർഗത്തിലെ ദൈവം ആശ്വാസമായി വന്നപ്പോൾ ആശ്വാസം ആബ്രഹാമിൻ്റെ കുടുംബത്തിന്, ഉൽപ്പത്തി 18:19, കുടുംബത്തിന് ആശ്വാസമായി മാറി. ജന്മനാ മുടന്തന് സൗഖ്യമെന്നുള്ള പേരിൽ അപ്പോസ്തലൻ 3-ാം അധ്യായത്തിന്റെ ജീവിതത്തിൽ കടന്നു വന്ന ദിവ്യ ആശ്വാസം സൗഖ്യം വാങ്ങിയിട്ട് സ്ഥലമിട്ടില്ല. അപ്പോസ്തലൻ 4:14 അപ്പോസ്തലന്മാരോട് കൂടെ നിന്നപ്പോൾ അവന് പ്രാപിച്ചെടുത്ത ദൈവം നൽകിയ ആശ്വാസം അവിശ്വാസികൾ രക്ഷപ്പെടുവാൻ ആശ്വാസമായി തീർന്ന്. ആമേൻ.